യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ നൽകിയ ഹർജിയാണ് പരിഗണിക്കുക. മോചന വിഷയത്തിൽ ഇടപെടുന്നതിൽ നിന്ന് ആക്ഷൻ കൗൺസിലിനെയും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെയും വിലക്കണം എന്ന KA പോളിൻ്റെ ഹർജിയിലും ഇന്ന് സുപ്രീം കോടതിയിൽ വാദം നടക്കും. വിനീത വിജയ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കിപ്പോൾ മോർണിംഗ് ഷോയിൽ വരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. വിനീത, ശരിക്കും ഇത്തരമൊരു ഹർജി നൽകിയത്, പ്രത്യേകിച്ച് ഇവരെ വിലക്കണമെന്ന രീതിയിൽ ഹർജി നൽകിയത് പരക്കെ വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. പറയൂ വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. തീർച്ചയായും ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമനിലെ ജയിലിൽ മോചനത്തിനായി കാത്തുകഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നത്. ഇതിനോടകം തന്നെ ഈ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി നിർണായകമായിട്ടുള്ള പല നീക്കങ്ങളും ഈ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ കാന്തപുരം AP അബൂബക്കർ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുള്ളതാണ്. പക്ഷെ ഇതിനിടയിലാണ് ഈ KA പോള ഒരു ചില നീക്കങ്ങൾ നടത്തിയതായും ഒപ്പം തന്നെ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് താൻ ചില പരിശ്രമങ്ങൾ നടത്തുന്നു എന്നൊക്കെ അദ്ദേഹം ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ഈ അവകാശവാദങ്ങളെയൊക്കെ തന്നെ പാടെ തള്ളുകയും ചെയ്തിരുന്നു. ഈ ഒരു ഘട്ടത്തിലും നിമിഷപ്രിയയുടെ കുടുംബം ഈ പോളിനൊപ്പം നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ആക്ഷൻ കൗൺസിൽ അംഗങ്ങളെ ഇതുമായി ബന്ധപ്പെടുത്തി വലിയ രീതിയിൽ അതൃപ്തിയിലേക്ക് അടക്കം എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് KA പോൾ ഈ ആക്ഷൻ കൗൺസിലിനെതിരെ ഹർജി നൽകിയിരിക്കുന്നത് സുപ്രീം കോടതിയിൽ. കഴിഞ്ഞ ആഴ്ചയാണ് ഹർജി നൽകിയിരുന്നത്. ആ ഹർജി ഇന്ന് കോടതി പരിഗണിക്കും. ഈ ഹർജിയിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് ഈ AP അബൂബക്കർ മുസ്ലിയാർ, കാന്തപുരവും ഒപ്പം തന്നെ ഈ ആക്ഷൻ കൗൺസിൽ അംഗം സുഭാഷ് ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലും അവകാശവാദങ്ങൾ ഉന്നയിക്കാനോ പ്രതികരണങ്ങൾ നടത്താനോ പാടില്ല എന്നൊരു കാര്യം തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ 3 ദിവസത്തേക്ക് ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ മാധ്യമങ്ങൾ അത് ഒഴിവാക്കണം, അവർക്കൊരു വിലക്കേർപ്പെടുത്തണം എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഹർജി KA പോൾ സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് നിമിഷപ്രിയയുടെ ആവശ്യപ്രകാരമാണ് താൻ ഇങ്ങനെയൊരു ഹർജിയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നിമിഷപ്രിയയുടെ ഒരു കത്ത് തൻ്റെ പക്കലുണ്ട് എന്നാണ് ഈ KA പോളിൻ്റെ അവകാശവാദം. ആ കത്തിൽ നിമിഷപ്രിയ ഒപ്പുവെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ നിമിഷപ്രിയയുടെ വധശിക്ഷ എത്രയും വേഗം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട ഈ തലാലിൻ്റെ കുടുംബം വീണ്ടും യമൻ സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശങ്കകൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ആക്ഷൻ കൗൺസിൽ മൗനം പാലിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത്. ഹർജി ഏതാണെങ്കിലും ഇന്ന് രാവിലെയോടുകൂടി തന്നെ കോടതി പരിഗണിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഒരുപക്ഷെ ഈ ഹർജിയിൽ വിശദീകരണം നൽകണമെങ്കിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർവാദങ്ങൾ ഉണ്ടാവുകയൊക്കെ ആണെങ്കിൽ ആക്ഷൻ കൗൺസിലും അവരുടെ ഒരു ഭാഗം കൂടി കോടതിയിൽ അറിയിച്ചേക്കും. ഏതാണെങ്കിലും ഈ KA പോളിന്റെ ഇടപെടലുകളിൽ വലിയ അതൃപ്തിയിൽ തന്നെയാണ് ആക്ഷൻ കൗൺസിൽ അംഗങ്ങളടക്കം ഉള്ളത്. വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു വിനീത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.